എയർ ഇന്ത്യയെക്കുറിച്ച് വ്യാപകമായ ആക്ഷേപങ്ങളും പരാതികളും സാമൂഹ്യ മാധ്യമത്തിലുണ്ട്. പലപ്പോഴും പല കാരണങ്ങളാൽ വളരെ ലീസ്റ്റായി പ്രിഫർ ചെയ്യുന്ന ഒരു ബ്രാൻഡായി എയർ ഇന്ത്യ മാറിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ടാറ്റയെപ്പോലൊരാൾ ഏറ്റെടുത്തപ്പോൾ അതിന് വലിയ വിപ്ലവകരമായ മാറ്റം വരുമെന്നും ചടുലത വരുമെന്നുമൊക്കെയാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ അങ്ങനെ അല്ല എന്നുള്ളത് എനിക്ക് പോലും ബോധ്യമാണ്. ഒരിക്കൽ പുറത്തേക്ക് പോകാനായി ഇതുപോലെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ അകത്ത് കയറിയപ്പോൾ ചൂടുകൊണ്ടിരിക്കുക വയ്യ, AC പ്രവർത്തിക്കുന്നില്ല. ഒടുവിൽ കയ്യിലിരുന്ന വീശുന്ന വിശറി കൊണ്ട് എല്ലാവരും പേപ്പർ എടുത്ത് ഇങ്ങനെ വീശാൻ തുടങ്ങി. ആ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ വിമാനത്തിലിരിക്കുന്ന എല്ലാവരും വീശുകയാണ് ചൂട് സഹിക്കാൻ വയ്യാതെ. അപ്പോഴാണ് ക്രൂവിനോട് ചോദിച്ചപ്പോൾ പറയുന്നത്, അത് ഉയർന്നു കഴിയുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല, ഇപ്പോൾ അതിന് ചെറിയ പ്രശ്നമുണ്ട് എന്നാണ് പറയുന്നത്. ഒരു വിമാനയാത്രയുടെ സ്ഥിതിയാണ് ഞാനീ പറഞ്ഞത്. പിന്നെ പലപ്പോഴും ഈ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ എയർ ഇന്ത്യ ചിലപ്പോഴൊക്കെ എടുക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി പൊങ്ങിയില്ലേലും തിരിച്ചിങ്ങ് വീട്ടിൽ പോരാമല്ലോ എന്ന് ഓർത്ത്. എന്നാൽ പുറത്ത് പോയിട്ട് നാട്ടിലേക്ക് വരാൻ ഒട്ടും പ്രിഫർ ചെയ്യാറില്ല ഈ വിമാനം. കാരണം പലപ്പോഴും സമയത്ത് തിരികെ എത്താനോ ഒന്നും പറ്റില്ല. ഞാനിത് പറഞ്ഞത് പല തരത്തിലുള്ള അഭിപ്രായങ്ങളും ആക്ഷേപങ്ങളും അനുഭവസ്ഥർ ഈ വിമാനത്തെക്കുറിച്ച് എഴുതുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സത്യസന്ധമായ കാര്യം. കാരണം ആകാശ് വസ്ത് എന്ന് പറയുന്ന ഒരാൾ എഴുതിയത്, ഐ വാസ് ഇൻ ദ സെയിം ഡാം ഫ്ലൈറ്റ് 2 hours ബിഫോർ ഇറ്റ് ടുക്ക് ഓഫ് ഫ്രം അഹമ്മദാബാദ്. ഐ കെയിം ഇൻ ദിസ് ഫ്രം ഡൽഹി അഹമ്മദാബാദ്. നോട്ടീസ്ഡ് അൺയൂഷ്വൽ തിങ്സ് ഇൻ പ്ലേസ്. മെയ്ഡ് എ വീഡിയോ ടു ടിറ്റ് എയർ ഇന്ത്യ. ഐ വുഡ് വാണ്ട് ടു ഗിവ് മോർ ഡീറ്റെയിൽസ്. പ്ലീസ് കോൺടാക്ട് മീ എന്ന് പറഞ്ഞ് ഒരാൾ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതേ വിമാനത്തിൽ ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് വന്ന യാത്രക്കാരനാണ്. അദ്ദേഹം ഈ വിമാനത്തിൽ ഒരുപാട് അൺയൂഷ്വലായിട്ടുള്ള സംഗതികൾ കണ്ടു എന്നാണ് പറയുന്നത്. ആ സംഗതികളെക്കുറിച്ച് അദ്ദേഹത്തിന് പറയണമെന്നുണ്ട്, ബന്ധപ്പെടാനാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതേ വിമാനത്തിൻ്റെ ഇതേ സർവീസിനെക്കുറിച്ച് സുജിത് എന്ന് പറയുന്ന ഒരാളൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ മാസം 19-ന് തിരുവനന്തപുരത്ത് നിന്ന് ദമ്മാമിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ 581-ൽ യാത്ര ചെയ്തപ്പോഴുണ്ടായ ഒരു അനുഭവം പങ്കുവെക്കണമെന്ന് വിചാരിച്ചു. ആകാശയാത്രയിൽ ഭയപ്പെടുത്തുന്ന സുരക്ഷാ വീഴ്ചകളും അശ്രദ്ധകളുമൊക്കെ മിക്കവാറും അപകടങ്ങൾക്ക് ശേഷമാണ് പുറം ലോകം അറിയാറുള്ളത്. പക്ഷേ നമ്മുടെ നാട്ടിൽ സർവീസ് നടത്തുന്ന വിമാനങ്ങളുടെ മെയിൻ്റനൻസിൻ്റെ അഭാവവും സുരക്ഷാ വീഴ്ചകളും നിത്യസംഭവങ്ങളായി മാറുന്നതുകൊണ്ട് മാധ്യമങ്ങൾ പോലും ഇത്തരം വാർത്തകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നില്ല. 19-ന് രാത്രി ഏകദേശം കൃത്യസമയത്ത് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ടേക്ക് ഓഫ് ചെയ്തു. പുറത്ത് മഴയുണ്ടായിരുന്നു. അസ്വാഭാവികമായൊരു ടേക്ക് ഓഫ് പോലെയാണ് മിക്ക യാത്രക്കാർക്കും അനുഭവപ്പെട്ടതെങ്കിലും കാലാവസ്ഥ കാരണമെന്നാണ് കരുതിയത്. ഏതായാലും അരമണിക്കൂർ യാത്രയ്ക്കൊടുവിൽ അനൗൺസ്മെൻറ്റ് വന്നു. കാലാവസ്ഥ മോശമായതുകൊണ്ട് വിമാനം മുംബൈയിൽ ഇറക്കുമെന്ന്. കുറച്ചുകൂടി യാത്ര ചെയ്ത ശേഷം അനൗൺസ്മെൻറ്റ് തിരുത്തി വന്നപ്പോഴാണ് മനസ്സിലായത് അവസ്ഥ മോശമായത് അന്തരീക്ഷത്തിൻ്റേതല്ല, വിമാനത്തിൻ്റേതാണ്. ഏതായാലും എയർ ട്രാഫിക് മൂലം അല്പം താമസിച്ചെങ്കിലും 20-ന് പുലർച്ചെ 1 മണിയോടെ വിമാനം മുംബൈയിൽ സുരക്ഷിതമായി ഇറക്കി. യാത്രക്കാരുമായി നേരെ പോയത് എയർപോർട്ടിൻ്റെ ഏതോ മൂലയ്ക്കുള്ള യാർഡിലേക്കാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥരും ഫയർ ഉദ്യോഗസ്ഥരും ഒക്കെ കാത്തു നിൽക്കുന്നത് വിമാനത്തിനുള്ളിലിരുന്ന് കാണാമായിരുന്നു. അത്യാവശ്യം നല്ല വെളിച്ചത്തിനുള്ള സംവിധാനങ്ങളൊക്കെ എത്തി. ഏകദേശം 1 മണിക്കൂറിലധികം യാത്രക്കാരുമായി വിമാനം അവിടെ കിടന്നു. എന്തൊക്കെയോ കുത്തിപ്പണികൾക്ക് ശേഷം ക്യാപ്റ്റൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു, വിമാനം പറക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല, നിങ്ങളെ സുരക്ഷിതമായി പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് വാഹനം എത്തുമെന്ന്. അപ്പോഴേക്കും ഏകദേശം പുലർച്ചെ 2:30 മണിയോടടുത്തിരുന്നു. എല്ലാവരും നല്ല ക്ഷീണിതരായിരുന്നു. ബസ് എയർപോർട്ടിനുള്ളിലെ ഒരു ഗേറ്റിലെത്തി. ഏകദേശം അരമണിക്കൂറിലധികം ഗേറ്റ് തുറക്കാൻ വേണ്ടി കാത്തു കിടന്നു. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പ്രതിനിധികളും എയർപോർട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിൽ നേരിട്ടും ഫോണിലുമായി എന്തൊക്കെയോ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ബസ്സിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു. ഒടുവിൽ വോക്കി ടോക്ക് വഴി ഉദ്യോഗസ്ഥന് നിർദ്ദേശം കിട്ടിയത് പ്രകാരമാണെന്ന് തോന്നുന്നു, അയാൾ ഗേറ്റ് തുറന്നു. കുട്ടികളെ അസംബ്ലി പോയിന്റിലേക്ക് കൊണ്ടുപോകുന്നതുപോലെ യാത്രക്കാരായ ഞങ്ങളെ വരിവരിയായി എമിഗ്രേഷനിൽ നിന്നും പ്രത്യേകം ഒരുക്കിയ ഗേറ്റിലെത്തിച്ചു. ബോർഡിംഗ് പാസും പാസ്പോർട്ടും വാങ്ങി എമിഗ്രേഷൻ ക്യാൻസൽ ചെയ്ത് പുറത്തു വിട്ടു. അപ്പോഴേക്കും പുലർച്ചെ ഏകദേശം 5 മണിയോടടുത്തെത്തി. എയർപോർട്ടിൻ്റെ എക്സിറ്റ് ഗേറ്റിനടുത്തുള്ള ഒരു ഫുഡ് കോർട്ടിൽ നിന്ന് ഇഡ്ഡലിയും വടയും വാങ്ങിത്തന്നു. അടുത്തുള്ള ഹോട്ടലിലെത്തിച്ചു. വൈകിട്ട് 7 മണിക്കുള്ള ഫ്ലൈറ്റിന് പോകാനായി ഉച്ചയ്ക്ക് ശേഷം 3:30 എല്ലാവരും തയ്യാറായിരിക്കാൻ ഹോട്ടലിൽ നിന്ന് അറിയിച്ചു. ഉച്ചയോടടുത്ത് ടിക്കറ്റ് നേരിട്ട് ബുക്ക് ചെയ്തിരുന്ന പലർക്കും 7 മണിക്കുള്ള 21 മുംബൈ ദമാം ഫ്ലൈറ്റിനുള്ള ടിക്കറ്റ് വന്നു. ഹോട്ടലിൽ നിന്ന് അറിയിച്ച യാത്രക്കാരെല്ലാം എൻട്രൻസുള്ള ഗേറ്റ് നമ്പർ 6-നടുത്തെത്തി. അവിടെ ഒരു ഉത്സവത്തിനുള്ള യാത്രക്കാർ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ കണ്ട ഒരു മലയാളി യാത്രക്കാരനോട്
ചേട്ടാ, ദമ്മാമിലേക്കുള്ള യാത്രക്കാരല്ലേ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ ഇന്നലെ കൊച്ചിയിൽ നിന്ന് ഷാർജയ്ക്ക് കയറിയ യാത്രക്കാരനാണ്. ടെക്നിക്കൽ പ്രോബ്ലം കാരണം രാവിലെ 2 മണിയോടടുത്ത് ഇവിടെ ഇറക്കി. സത്യത്തിൽ കേട്ടപ്പോൾ അന്താളിപ്പാണ്. തിരുവനന്തപുരം, ദമാം, കൊച്ചി, ഷാർജ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ 2 അന്തർദേശീയ സർവീസുകൾ ഒരേ ദിവസം യാത്രക്കിടയിൽ അടിയന്തരമായി ഇറക്കേണ്ടി വന്നു. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? യാത്രക്കാർക്ക് എന്ത് സുരക്ഷാബോധമാണ് ഉണ്ടാകുന്നത്? ടെക്നിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞ് പാതി വഴിയിൽ യാത്ര അവസാനിപ്പിക്കുന്നത് ഒരു നിത്യസംഭവമായി മാറി. ഒരു വിമാനം പറന്നുയരുന്നതിന് മുമ്പേ അതിൻ്റെ കണ്ടീഷൻ പരിശോധിക്കുക എന്നുള്ള പ്രാഥമിക കാര്യം പോലും ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്നുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമുള്ള അന്വേഷണവും അമിത ആവേശവും കാണുമ്പോൾ യാത്രക്കാരെ പരിഹാസ്യരാക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ഇതാണ് ഈ പറയുന്ന ഫ്ലൈറ്റിനെ കുറിച്ചുള്ള ഒരു പൊതുചിത്രം. ഇതുപോലെ ഒരുപാട് പേർക്ക് പറയാനുണ്ടാവും ഈ ഫ്ലൈറ്റിനെ കുറിച്ച്. ഇന്ത്യയുടേതാണ്, നമ്മുടെ ചിത്രമാണ്, രാജാവ് തലയെ കെട്ടിക്കൊണ്ട് നിൽക്കുന്ന പടമാണ് എന്നൊക്കെ പറഞ്ഞ് ആവേശം പറയുകയും ഈ പറയുന്ന സ്റ്റുഡിയോയെ സഹായിച്ചതുകൊണ്ട് കുറച്ച് പേർ അതിനെ ചേർത്ത് പിടിക്കുകയും മറ്റു പേർ കുറച്ച് പേർ അതിനെ വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നിടത്തല്ല കാര്യങ്ങൾ. മനുഷ്യൻ്റെ ജീവൻ്റെ സുരക്ഷ, അതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് സർക്കാർ ഇതിന് നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ലെങ്കിൽ ഇതൊക്കെ അടിയന്തരമായി റദ്ദ് ചെയ്ത് ഒന്നെങ്കിൽ വേറെ പ്രൊഫഷണലായിട്ടുള്ള ഏതെങ്കിലും കമ്പനികൾക്ക് ഇതിൻ്റെ റൂട്ടോ സമയമോ ഒക്കെ അനുവദിച്ച് നൽകി ജനങ്ങളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ട നടപടിയെടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന.